എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഉണ്ടാക്കിയാലോ? ആദ്യം ഞാൻ 350 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി നല്ല തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് 200 ഗ്രാം അട ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നെയ്യോട് ചേർത്ത് നമുക്കിത് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ അട ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് മതിയാവും, അല്ലെങ്കിൽ ഇതുപോലെ 20 മിനിറ്റ് എടുക്കുവേ. വെന്ത ഉടനെ തന്നെ നല്ലപോലെ അരിച്ചെടുത്ത് ടാപ്പിനടിയിൽ വെള്ളം തുറന്നു വിട്ട് നന്നായിട്ട് കഴുകി, അല്ലെങ്കിൽ 4-5 ഗ്ലാസ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യിൽ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയതും കുറച്ച് കാഷ്യൂസും കിസ്മിസും ഒക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇനി ഇതേ നെയ്യിൽ തന്നെയാണ് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തേങ്ങയുടെ 2ാം പാല് 2 കപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് തേങ്ങയെന്നാണ് എനിക്കിത് കിട്ടിയത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ശർക്കര ഉരുക്കിയതിൽ അധികം വെള്ളം ഉണ്ടെങ്കിൽ ആദ്യം ശർക്കര ചേർത്ത് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുത്തിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും തിക്കായിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 1ാം പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് ചൂടാകാൻ പാടില്ല. വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും അതുപോലെ നമുക്ക് തേങ്ങയും കുറച്ച് നെയ്യും ഒക്കെ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ അണയ്ക്കാം. ഒരുപാട് തിളക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതെ, വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാ